ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വിക്രത്തിനോട് വിനായക ചേട്ടനെ കുറിച്ച് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിക്രം പറയേണ്ട വേദ ഇനി ഇത് നമ്മളല്ലാതെ വേറെ ആരും പുറത്തറിയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുന്നത്, നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട്, ഈ കള്ളക്കേസിൻ്റെയൊക്കെ പിന്നിൽ ആരാ നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ ശ്രീനിവാസൻ്റെ സാറിൻ്റെ ശ്രീകുമാറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയോ? ശ്രീകുമാറാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ കളിക്കുന്നത്. ശ്രീകുമാർ ആരാണെന്ന് അറിയോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം പറയേണ്ട ഇല്ല, അറിയില്ല. നിങ്ങൾ കേട്ടോളൂ, നിങ്ങളുടെ ഗോഡ് ഫാദറായ ശ്രീനിവാസൻ സാറിൻ്റെ പെങ്ങളുടെ മകനാണ് ശ്രീകുമാർ. അവൻ നിങ്ങളെ അച്ഛനെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ ശ്രീനിവാസൻ സാറിൻ്റെ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ വിക്രത്തിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ പെയിൻ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ശ്രീജേടത്തി ചോദിക്കുന്നത്, എന്താ വേദ പെയിൻ്റ് എന്ന് ചോദിക്കുമ്പോൾ ശ്രീജേടത്തി, നമുക്ക് ആ ചായപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അതൊക്കെ ഇങ്ങനെ കരി പിടിച്ച് കടക്കുകയല്ലേ, അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കണ്ടേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി എടുത്തി വന്ന് പറയുന്നുണ്ട്, നിന്നോടല്ലേ അച്ഛൻ പറഞ്ഞ് അതുമ്മിൽ തൊട്ട് പോരുതെന്ന്, പിന്നെ നീ എന്തിനാ അതുമ്മിൽ തൊടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അത് പോയി പെയിൻ്റ് അടിക്കേണ്ട വേദയെ, അച്ഛൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. വേദ ഒന്നും കേൾക്കാതെ പോയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നന്ദിനി എടുത്തി സുധാകരൻ മാഷിനോട് പോയി പറയുന്നുണ്ട്, അച്ഛാ വേദ അതാ പെയിൻ്റൊക്കെ വാങ്ങിയിട്ട് വന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്, അച്ഛനല്ലേ പറഞ്ഞ് അത് തുടരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ അതുമ്മിൽ തുടരുതെന്ന്. അതേ, കഴിഞ്ഞ ആഴ്ച കൂടി വിനായക ചേട്ടൻ പറഞ്ഞതേ ആണെങ്കിൽ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് വൃത്തിയാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ സമ്മതിക്കാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധാകരൻ മാഷും നന്ദിനിയും കൂട്ടിയിട്ട് അവരടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരുടെ പണിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വേദ പറയേണ്ടത്, അച്ഛാ ഞാനാണ് പെയിൻറ്റ് വാങ്ങിയിട്ട് വന്നത്, ഞാനാണ് ഇതൊക്കെ വൃത്തിയാക്കാൻ മുൻകൈ എടുക്കണമെന്നൊക്കെ പറയേണ്ടത്. എന്തായാലും വേദയാവുമ്പോൾ സുധാകരൻ മാഷ് ഒന്ന് തണുക്കുന്നുണ്ട്. എന്തായാലും വേദ അതൊക്കെ ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.